കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടം, കെട്ടിടം ഇടിഞ്ഞു വീണു. 14-ാം വാർഡിന്റെ ഒരു ഭാഗമാണ് തകർന്നിരിക്കുന്നത്. ഉപയോഗശൂന്യമായ കെട്ടിടമെന്ന് ആരോഗ്യമന്ത്രി പറയുന്നുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, നിലവിലെ അവസ്ഥ എന്താണ്? നിലവിൽ ഇപ്പോൾ ഈ കെട്ടിടാവശിഷ്ടങ്ങളെല്ലാം തന്നെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തുകയാണ്. ഇപ്പോൾ ആരും കുടുങ്ങി കിടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ആ എഞ്ചിനീയറിംഗ് വിഭാഗവും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ വിഭാഗവും എത്തി ഇവിടെ നിന്ന് ഈ കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ചെയ്യാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവരെയും ഇവിടെ നിന്ന് മാറ്റുകയാണ്. JCB അടക്കം ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. ഇപ്പോൾ വ്യാപകമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നത് ഇവിടെ നിന്ന് ആളുകൾക്ക് ഒഴിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ ഇവിടേക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു എന്ന് പറയുന്ന വാദത്തെ ജനപ്രതിനിധികളും മറ്റും എല്ലാം തന്നെ അതിനെ തള്ളുകയാണ്. ഇത്തരത്തിൽ ആളുകളെ പ്രവേശനം നിഷേധിച്ചിരുന്നെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ഇത്രയും 2 പേർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മനടക്കമുള്ള MLA-യും അതുപോലെ തന്നെ BJP വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിനാരും എല്ലാം തന്നെ ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ ആരോഗ്യ വകുപ്പും ആശുപത്രി അധികൃതരും ഒരു കള്ളക്കളി കളിക്കുകയാണ്. ജനങ്ങളെയും മാധ്യമങ്ങളെയും തന്നെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് വ്യാപകമായിട്ട് പറയുന്നത്. കാരണം ഇത്തരത്തിലുണ്ടായ ഒരു ഈ കെട്ടിടത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള 14-11 വാർഡുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുമ്പോൾ എങ്ങനെയാണ് അവിടെ നിന്ന് ആളുകൾ ഒഴിപ്പിച്ചിരുന്നത് എന്ന് പറയാൻ കഴിയുക എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. കാരണം സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വാർഡിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണ്ടിരുന്നത്. ജനങ്ങളെ വഞ്ചിക്കാനാക്കുന്ന മിഥുൻ തുടരുക. ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ പ്രതികരണം കണ്ടതിന് ശേഷം മടങ്ങിയത്. 2 പേർക്ക് പരിക്കുണ്ടെന്നാണ്. സാരമായ പരിക്ക്, വളരെ സാരമായ പരിക്കില്ല എന്നുള്ളത് കാണുന്നു. പക്ഷെ എന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ. ഇത് ക്ലോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ജയകുമാർ ഡോക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ച് കിഫ്ബിയിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ ഫൈനൽ മീറ്റിംഗ് നമ്മളൊരു 1 മാസം മുൻപ് എടുത്തിട്ടുള്ളതുമാണ്. 2 ആഴ്ച മുൻപ് എടുത്തതാണ്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കട്ടെ. അത് കഴിഞ്ഞ് ബാക്കി എന്താണെന്ന് നോക്കിയിട്ട് പറയാം. അത് ജയകുമാർ ഡോക്ടർ നമ്മൾ നോക്കട്ടെ, ആരാണ് എന്നുള്ളത് നോക്കട്ടെ. സാരമായ പരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അല്ല, അത് ഇപ്പോൾ നമ്മളത് കളക്ട് ചെയ്യുന്നേ ഉള്ളൂ. അതായത് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നാണ്. ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനം എടുത്ത് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ബാക്കി എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് പറയാം. ഒന്ന് പരിശോധിക്കട്ടെ. ആ സമയത്തൊക്കെ ഇത് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുമ്പോൾ കാണിക്കുമ്പോൾ അതൊക്കെ കുറെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഓട്ടോ അടച്ചങ്ങ് പോവുകയുണ്ടായിരുന്നു. ഇപ്പോഴും ആളുകളുണ്ടായിരുന്നല്ലേ വാർഡിൽ? ആളുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നോ? അവിടേക്ക് ഇല്ല തുറന്നു കിടക്കുന്നതായിരുന്നു. ഉപയോഗിക്കുന്നുണ്ടായിരുന്നല്ലേ? കുറെ ഭാഗം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഈ ഓട്ടോയുടെ 11ഉം 14ഉം ഇന്ന് രാവിലെ അടക്കം ആ പ്രാഥമിക കൃത്യത്തിന് ഇവിടേക്കാണോ പോയത്? ആയിരിക്കണം. നമ്മൾ അതൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. 14 മുകളിലത്തെ നിലയിലാണ് 14. 2 ഓർത്തോയുടെ വാർഡുകൾ ഒടിഞ്ഞും ചെറിഞ്ഞും കമ്പിയിട്ടും കാലയിലൊക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാർ കൂടുതലുള്ളൂ. ഇല്ല, ഞങ്ങൾക്ക് ഇവിടെ അടുത്തുണ്ട്. പിന്നെ മെയിൻ്റെനൻസിന്റെ ഒക്കെ പരിപാടി ചെയ്യുന്ന ആൾക്കാർ. ഇത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നോ ഇപ്പൊ അടുത്തെങ്ങാനും? സ്ഥലത്തെത്തിയ ആരോഗ്യമന്ത്രിയുടെ ആദ്യഘട്ട പ്രതികരണമാണ് ആദ്യം കണ്ടത്. ഇതിന് പിന്നാലെ ദൃക്സാക്ഷി മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു വാർഡിൽ ആളുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ആയിരിക്കും 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടാവുക. എന്താണ് കൂടുതൽ കാര്യങ്ങൾ ദൃക്സാക്ഷി അടക്കമുള്ളവർ പറയുന്നത് മിഥുൻ? ഇക്കാര്യത്തിൽ ആളുകളെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നില്ല, ഈ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. 14, 11, 10 വാർഡുകൾ ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നു. ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്, ആ ശുചിമുറി ഉൾപ്പെടുന്ന ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണത്. ഈ ശുചിമുറികളിൽ ഉപയോഗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്നുള്ള ആളുകൾ വ്യക്തമാക്കുന്നതെല്ലാം. അത്തരത്തിൽ ശുചിമുറി ഉപയോഗത്തിലുണ്ടായിരുന്ന ശുചിമുറികൾ അടക്കമാണ് ഇത്തരത്തിൽ വീണത്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന പുതിയ വിവരം, വയനാട് സ്വദേശിയായിട്ടുള്ള പെൺകുട്ടിക്കാണ് പരിക്കേറ്റത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. വയനാട് മീനങ്ങാട് സ്വദേശിയായിട്ടുള്ള അലീന വിൻസെന്റ് 11 വയസ്സുണ്ട്. അവർക്കാണ് പരിക്കേറ്റത്. ശസ്ത്രക്രിയ കഴിഞ്ഞ്
10ാം വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന മുത്തശ്ശി ത്രേസ്യാമ്മയുടെ കൂടെ ബൈസ്റ്റാൻഡറായി നിൽക്കുകയായിരുന്നു ഈ അലീനയുടെ പരിക്ക് ഗുരുതരമല്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ രോഗികളെ ഒഴിപ്പിക്കുന്നതിനിടെ കാഷ്വാലിറ്റി ജീവനക്കാരനായിട്ടുള്ള അമൽ പ്രദീപ് ഈ അമൽ പ്രദീപിനെ ട്രോളി വന്നിടിച്ച് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ 10, 11, 14 വാർഡുകളിലുള്ള മുഴുവൻ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും എല്ലാം ഒഴിപ്പിച്ചു കഴിഞ്ഞു. ഇനി കെട്ടിടങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇതിനൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഇപ്പോഴും ആരെങ്കിലും കാണാനില്ല, അത്തരത്തിലുള്ള എന്തെങ്കിലും പരാതികൾ ഉയർന്നിട്ടുണ്ടോ? കാരണം രണ്ടുപേർക്ക് പരിക്ക് എന്നുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും വിവരങ്ങൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ആരെയും കുടുങ്ങി കിടക്കുന്നതായിട്ടോ കാണാതായിട്ടോ ഉള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളില്ല. എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആരെയും കുടുങ്ങി കിടക്കുന്നില്ല. ഇനി കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കുന്ന ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു നടപടികളിലേക്കാണ് ഇനി പോകേണ്ടിയിരിക്കുന്നത്. മറ്റ് എല്ലാവരെയും ഈ വാർഡിലുണ്ടായിരുന്ന എല്ലാവരെയും അതുപോലെ തന്നെ ഈ കൂട്ടിരിപ്പുകാരെയും രോഗികളെയും തന്നെ ഒഴിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ അങ്ങനെ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല. കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടില്ല. പരിക്കുകളൊന്നും തന്നെ പരിക്കേറ്റിരിക്കുന്ന 2 പേരുടെ പരിക്കുകൾ ഗുരുതരവുമല്ല എന്ന് പറയുന്നു. ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരുമെല്ലാം ഈ ജില്ലയിൽ തുടരുന്ന ഈ ദിവസം തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം ഇവിടെ ഉണ്ടാകുന്നത്. വലിയൊരു തലനാരിഴയ്ക്ക് വലിയൊരു ദുരന്തം തന്നെ ഇവിടെ നിന്ന് വഴിമാറിപ്പോയി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ അപകടവുമായി ബന്ധപ്പെട്ട് സർക്കാർ വൃത്തങ്ങൾ ആരോഗ്യ വകുപ്പിന്റെയും ആശുപത്രി അധികൃതരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്ന വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ ഒട്ടും തൃപ്തികരമല്ല എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും ഈ ഏതാണ്ട് 3 വാർഡുകളടക്കം പ്രവർത്തിച്ചിരുന്ന ഒരു 3 നില കെട്ടിടം, ആ 3 നില കെട്ടിടത്തിന്റെ ഭാഗം ഇടിഞ്ഞു വീഴുമ്പോൾ ഇത്തരത്തിൽ 100 കണക്കിന് രോഗികൾ ചികിത്സയിൽ കഴിയുന്ന പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഓർത്തോ വിഭാഗത്തിന്റെ വാർഡിന്റെ ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ഇവിടേക്കുള്ള പ്രവേശനം നിഷേധിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള അപകടം ഈ ഭാഗത്തുനിന്ന് ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം അപ്പാടെ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് അവരുടെ വാദങ്ങൾ ശരിയല്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ 1 മാസത്തിനകം ഇവിടെ നിന്ന് മാറാനിരുന്നതാണ് എന്നെല്ലാം പറയുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു അപകടത്തിൻ്റെതായിട്ടുള്ള സാഹചര്യത്തിൽ അവയെ അത് തടുതപ്പാനുള്ള ഒരു വാദങ്ങളായി തന്നെ കാണാൻ കഴിയുള്ളൂ. ഏതായാലും ഇപ്പോൾ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നു. പക്ഷേ വലിയ അപകടത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും. കാരണം 100 കണക്കിന് രോഗികൾ ചികിത്സയിൽ കഴിയുന്നതും ഓർത്തോ വിഭാഗമാണ്. പരിക്കേറ്റ എല്ലുകൾക്ക് പരിക്കേറ്റും സർജറികളെല്ലാം പൂർത്തിയാക്കിയും കഴിഞ്ഞിരുന്ന ഒരു വാർഡാണ്. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന ഒരു വാർഡിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. തീർത്തും സർക്കാരിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും എല്ലാം തികഞ്ഞ അനാസ്ഥ എന്ന് വീണ്ടും അരക്കിട്ട് പറയാവുന്ന സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 100ഓളം രോഗികൾ കഴിയുന്ന വാർഡിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ആരും കുടുങ്ങി കിടക്കുന്നതായിട്ടില്ല. ഒപ്പം തന്നെ പരിക്കേറ്റവരുടെ പരിക്കുകളും ഗുരുതരമല്ല എന്നുള്ള വിവരം ആശ്വാസകരമാകുമ്പോൾ പോലും ഇത്രയും രോഗികളുടെ ജീവൻ വെച്ച് ആരോഗ്യ വകുപ്പും ആശുപത്രി അധികൃതരും പന്താടുകയായിരുന്നു, അല്ലെങ്കിൽ അവരെ കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നു എന്നുള്ളത് എടുത്തു പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ വിഷയത്തിൽ സൂപ്രണ്ടിന്റെ പ്രതികരണം എന്താണ്? ഇത് നേരത്തെ തന്നെ പഴയ കെട്ടിടമാണ്, പുതിയ കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തനം തുടങ്ങിയിരുന്നു എന്നൊക്കെ വിശദീകരണം കണ്ടു. എങ്കിലും എന്താണ് ഇതേക്കുറിച്ച് നിലവിലെ വിശദീകരണം? കാരണം എന്തായാലും വാർഡിൽ ആളുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്താണ് സൂപ്രണ്ട് പറയുന്നത്? എന്താണ് സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്? വാർഡുകൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. വാർഡുകൾ പ്രവർത്തിച്ചിരുന്നു. 10, 14, 11 വാർഡുകളാണ് ഈ കെട്ടിടം തകർന്നു വീണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നത്. ഈ കെട്ടിടത്തിനകത്ത് നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബാത്റൂമിന്റെ ഈ ഭാഗം എന്ന് പറയുന്നത് ആളുകൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന ഒരു ഭാഗമാണ്. അവിടെ ചില വസ്തുക്കൾ, ഈ ട്രോളി അടക്കമുള്ള വസ്തുക്കൾ ഡംപ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടം തന്നെയായിരുന്നു. ഈ കെട്ടിടത്തിൽ നിന്ന് ഇവിടുന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് പ്രവർത്തനം സർവീസ് മാറാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്.
എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ വലിയ അത്തരത്തിലുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ സൂപ്രണ്ട് നൽകിയിരിക്കുന്നത്. അതേ വാദങ്ങൾ തന്നെയാണ് മന്ത്രി വീണ ജോർജും ജില്ലയിലെ മന്ത്രിയായിട്ടുള്ള മന്ത്രി വി എൻ വാസവനും എല്ലാം തന്നെ നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ നിരുത്തരവാദപരമായിട്ടുള്ള ചില ഒരു മറുപടികൾ മാത്രമേ ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ നൂറുകണക്കിന് രോഗികൾ കയ്യും കാലും ഒടിഞ്ഞും അതുപോലെ തന്നെ ഓർത്തോ വിഭാഗമായിരുന്നു, സർജറി എല്ലാം പൂർത്തിയാക്കിയുമെല്ലാം നൂറുകണക്കിന് രോഗികൾ ഈ 3 വാർഡുകളിലായി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അവരുടെ കൂടെ കുട്ടികൾ ഉണ്ടായിരുന്നു, കൂട്ടിരിപ്പുകാരുണ്ടായിരുന്നു. ഇവർക്കെല്ലാം ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. അവരെല്ലാം വലിയ രീതിയിൽ അപകടത്തിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ്, ആ നിഷ്ക്രിയത്വമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന്, ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് നിസ്സംശയം പറയാം. മിഥുനായി അതുപോലെ തന്നെ മന്ത്രിമാർ പ്രതികരിക്കുന്നുണ്ട്, ഇത് ഉപയോഗശൂന്യമായിരുന്ന കെട്ടിടമാണ്, അതുപോലെ തന്നെ പരിക്കേറ്റവരുടെ പരിക്കൊന്നും സാരമുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും അവിടെ ഒരു വീഴ്ച അധികൃതരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വാർഡിൽ ആളുകൾ എത്തി, ഇത്ര ഒരു ഗുരുതരമായ സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന കെട്ടിടമാണ് എങ്കിൽ തീർച്ചയായും അവിടെ ആളുകൾ എത്തുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ആശുപത്രി അധികൃതർക്ക് ഉണ്ടായിരുന്നു. അത് ഉണ്ടായില്ല എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് സംബന്ധിച്ചിട്ടൊന്നും സ്വാഭാവികമായും ഒരു ഭാഗം ഇടിഞ്ഞു വീണു എന്ന് പറയുമ്പോൾ അവിടെ എത്തുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർ, അവിടെ നിരവധി പേർ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ്? അവരെങ്ങനെയാണ് ഈ വിഷയത്തോട് ഇപ്പോൾ പ്രതികരിക്കുന്നത്? ഇതിലുണ്ടായിരുന്ന രോഗികളെയും അതുപോലെ തന്നെ മറ്റ് ആളുകളെയും എല്ലാം, അതായത് കൂട്ടിരിപ്പുകാരെ എല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു. അവരെല്ലാം ഇതിന്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ്. പലരും പറയുന്നത് ഇതിനു മുമ്പും പലപ്പോഴായി കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ഇത്തരത്തിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, പലപ്പോഴായി പറഞ്ഞിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും? ഇത്തരത്തിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിൽ സമീപിക്കുന്ന ഒരു ആളുകൾ സമീപിക്കുന്ന ഒരു ജില്ലയാണ്, അല്ലെങ്കിൽ ഒരു ആശുപത്രിയാണ് ഇത്. ഇപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്ന ഒരിടെയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മന്ത്രിമാർ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ മാധ്യമങ്ങളെ കാണുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പ്രവർത്തിക്കുന്നു എന്നുള്ള ഇവിടെ വാർഡുകൾ പ്രവർത്തിക്കുന്നു, പക്ഷെ ബാത്റൂമുകൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ള വിചിത്ര വാദങ്ങളെല്ലാം തന്നെ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം കൃത്യമായി തള്ളുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ആ വാദങ്ങളുടെ അന്തസത്ത, അല്ലെങ്കിൽ ആ വാദങ്ങളുടെ ആ വാദങ്ങൾ എത്രത്തോളം സാധൂകരിക്കാവുന്നതാണ് എന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ. അത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന, സാധൂകരിക്കാവുന്ന സംഭവ വികാസങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ മന്ത്രിമാർ ഈ വിശദീകരണം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും. ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരണം ഉണ്ടാകും. ഇപ്പോഴെന്തായാലും വലിയ അത്യാഹിതങ്ങൾ ഇല്ലാതെ തന്നെ ഒരുപക്ഷെ ഇവിടെ ചികിത്സ തേടിയിരുന്ന ആളുകളുടെ ഭാഗ്യം എന്നുള്ളത് മാത്രം കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളത് മാത്രമേ പറയാൻ കഴിയൂ. സ്വന്തം ജീവൻ കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു അവർ ഇത്തരത്തിൽ ഇവിടെ ചികിത്സ തേടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജീവൻ പണയം വെച്ചും ചികിത്സ തേടേണ്ട അവസ്ഥ. ശരി മിഥുൻ തുടരുക. കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടമുണ്ടായിരിക്കുകയാണ്. കെട്ടിടം ഇടിഞ്ഞു വീണ് 14-ാം വാർഡിന്റെ ഒരു ഭാഗമാണ് തകർന്നിരിക്കുന്നത്. ഉപയോഗശൂന്യമായ കെട്ടിടമാണ് എന്ന് ആരോഗ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ 2 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുമുണ്ട്. ഇവരെ ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം.